നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിനെതിരെ റിയാദ് ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അന്തിമ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചു. കേസിൽ അബ്ദുൾ റഹീമിന് കഴിഞ്ഞ മെയ് 26-ന് കോടതി 20 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഈ ശിക്ഷ വീണ്ടും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് സൂചന. കഴിഞ്ഞ മെയ് 26-നാണ് റിയാദ് ക്രിമിനൽ കോടതി അബ്ദുൾ റഹീമിനെതിരെ അന്തിമ വിധിയായി 20 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. ഈ വിധിക്കെതിരെയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നിർണായക നീക്കമുണ്ടായിരിക്കുന്നത്. വിധിക്കെതിരെ ജൂൺ 25-ന് മുമ്പ് അപ്പീൽ സമർപ്പിക്കാൻ ഇരു കക്ഷികൾക്കും കോടതി സമയം അനുവദിച്ചിരുന്നു. ഇതിനിടയിലാണ് വിധിക്കെതിരെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും അപ്പീൽ ഉണ്ടായിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ ആവശ്യം കൃത്യമായി അറിയണമെങ്കിൽ കേസ് പരിഗണിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ അബ്ദുൾ റഹീമിനെതിരെയുള്ള ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കമാണ് ഈ നടപടിയിലൂടെ പ്രോസിക്യൂഷൻ ലക്ഷ്യമാക്കുന്നതെന്നാണ് ഇതിനെ നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർ വിലയിരുത്തുന്നത്. നിലവിൽ 20 വർഷം തടവ് ശിക്ഷ വിധിച്ച കേസിൽ അബ്ദുൾ റഹീം 19 വർഷം ശിക്ഷ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ അപ്രതീക്ഷിത നീക്കം കേസിനെ വീണ്ടും സങ്കീർണമാക്കുമെന്നാണ് ആശങ്ക ഉയരുന്നത്. അതേസമയം അബ്ദുൾ റഹീമിൻ്റെ ജയിൽ മോചനം വേഗത്തിലാക്കാൻ റിയാദ് ഗവർണർക്ക് അപേക്ഷ സമർപ്പിക്കുമെന്ന് റിയാദ് നിയമസഹായ സമിതി അറിയിച്ചു. കോടതി വിധിയിൽ അപ്പീൽ നൽകേണ്ടതില്ലെന്ന് അബ്ദുൾ റഹീം ഇന്ത്യൻ എംബസിയെയും അഭിഭാഷകരെയും അറിയിച്ചിരുന്നു. കേസ് അനന്തമായി നീളുകയും ജയിൽ മോചനം വൈകുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുവാൻ വേണ്ടിയായിരുന്നു ഇത്. വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും നിയമസഹായ സമിതി അറിയിച്ചു. എന്നാൽ ഇത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നാണ് നിയമവൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നതെന്നും നിയമ നടപടികൾ സൂക്ഷ്മമായി വിലയിരുത്തി ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും സഹായസമിതി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. ജിദ്ദയിൽ കലാരത്ന അക്കാദമി സീസൺ 1 ആഘോഷം സംഘടിപ്പിച്ചു. മോഹിനിയാട്ടം, കഥക്, ദേവദാസി, തിരുവാതിര, സിനിമാറ്റിക്, ഒപ്പന, സൂഫി ഡാൻസ് തുടങ്ങി വിവിധയിനം നൃത്തങ്ങൾ അരങ്ങേറി. ശ്രീത, അനിൽകുമാർ തുടങ്ങിയവർ പരിപാടി നിയന്ത്രിച്ചു. സിഫ് പ്രസിഡന്റ് ബേബി നീലാംബ്രയെ ചടങ്ങിൽ ആദരിച്ചു. പെഗാസസ് ഗ്ലോബൽ കൊച്ചി ലേ മെറിഡിയൻ ഹോട്ടലിൽ വെച്ച് സംഘടിപ്പിച്ച മിസ്സിസ് കേരള ഗ്ലോബൽ മത്സരത്തിൽ കിരീടം ചൂടി ഓസ്ട്രേലിയൻ പ്രവാസി മലയാളി. സിഡ്നി വൂളഗോങ്ങിൽ താമസിക്കുന്ന ധന്യ സഞ്ജീവാണ് മിസ്സിസ് കേരള ഗ്ലോബൽ മത്സരത്തിൽ വിജയിയായത്. ന്യൂ സൗത്ത് വെയിൽസിലെ ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്യുന്ന ധന്യ 15 വർഷം മുമ്പാണ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയത്. കൊല്ലം സ്വദേശിയായ ധന്യയുടെ ആദ്യ കിരീട നേട്ടമാണിത്. ഹ്രസ്വ സന്ദർശനത്തിനായി സൗദിയിലെത്തിയ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾക്ക് അൽഖോബാർ KMCC സെൻട്രൽ കമ്മിറ്റി പ്രവർത്തകർ സ്വീകരണം നൽകി. തങ്ങളോടൊപ്പം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി. ഹ്രസ്വ സന്ദർശനാർത്ഥം സൗദിയിലെത്തിയ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾക്കാണ് അൽഖോബാർ KMCC സെൻട്രൽ കമ്മിറ്റി പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണ പരിപാടി ഒരുക്കിയത്. തങ്ങളോടൊപ്പം എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി. അനീതിക്കും അക്രമത്തിനുമെതിരെ പോരാടാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വർഗീയ അഴിമതി ഭരണങ്ങൾക്കെതിരെ ചെറുത്തു നിന്നുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾ അവരുടെ കടമകൾ നിർവഹിക്കാൻ സജ്ജരാകണമെന്ന് മുനവർ അലി തങ്ങൾ പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തി. കിഴക്കൻ പ്രവിശ്യ KMCC പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കോഡൂർ സംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അൽഖോബാർ KMCC പ്രസിഡന്റ് ഇക്ബാൽ ആനമങ്ങാട് അധ്യക്ഷനായിരുന്നു. കിഴക്കൻ പ്രവിശ്യ സീനിയർ വൈസ് പ്രസിഡന്റ് ഖാദി മുഹമ്മദ് ആലമ്പാടി സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളെ ഷാളണിയിച്ചു. ചടങ്ങിൽ അൽഖോബാർ സെൻട്രൽ കമ്മിറ്റിയുടെ ഔദ്യോഗിക ലോഗോ പ്രകാശനവും മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ആലിക്കുട്ടി ഒളവട്ടൂർ, മുജീബ് കൊളത്തൂർ, മുജീബ് കളത്തിൽ, ബഷീർ ബാക്കവി, അജ്മൽ മദിനി, ഒമർ ഓമശ്ശേരി, സലാം ആലപ്പുഴ, ഷബ്ന നജീബ് എന്നിവർ സംസാരിച്ചു. അൽഖോബാർ KMCC ഭാരവാഹികളായ ഹബീബ് പൊയിൽത്തൊടി, നജ്മുദ്ദീൻ വെങ്ങാട്, ആബിദ് പാറക്കൽ, അബ്ദുൽ നാസർ ദാരിമി, ആസിഫ് കൊണ്ടോട്ടി, ജുനൈദ് കാഞ്ഞങ്ങാട്, ഷാനി പയ്യോളി, സലീം തുറക്കൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അൽഖോബാർ KMCC ജനറൽ സെക്രട്ടറി അൻവർ ഷാഫി വളാഞ്ചേരി സ്വാഗതവും ട്രഷറർ മൊയ്തുണ്ണി പാലപ്പെട്ടി നന്ദി പറഞ്ഞു. സുബൈറുദ്ദീനൂർ, 24 ദമാം. കേരളത്തിലെ ഇടതു ഭരണത്തിനെതിരെയുള്ള ജനതയുടെ വിധിയെഴുത്താണ് നിലമ്പൂർ വിജയത്തിലൂടെ കാണാൻ കഴിഞ്ഞതെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റുമായ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. സൗദിയിലെ അൽഖോബാർ
അൽഖോബാറിൽ 24 സംസാരിക്കുകയായിരുന്നു സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. കേരളത്തിലെ ഇടതുഭരണത്തിനെതിരെയുള്ള നിലമ്പൂരിലെ ജനതയുടെ വിധിയെഴുത്താണ് നിലമ്പൂർ വിജയത്തിലൂടെ കാണാൻ കഴിഞ്ഞതെന്നും കഴിഞ്ഞ 9 വർഷവും ജനവിരുദ്ധ നയങ്ങളാണ് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതിനുള്ള തിരിച്ചടി കൂടിയാണ് നിലമ്പൂർ വിജയമെന്നും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയും സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റുമായ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കേരളം ഈയൊരു ഭരണത്തിനെതിരെയുള്ള ഒരു വലിയ വിധിയെഴുത്ത്, അതായത് തീർത്തും കഴിഞ്ഞ 9 വർഷം ഇവിടെ നിലനിന്നിരുന്നത് ജനവിരുദ്ധ നയങ്ങളാണ് എന്നത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒന്നാണ് ഇവിടെ സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ഭരണം. അപ്പം അതിനെതിരെ ജനങ്ങൾ ശക്തമായ രീതിയിൽ അവരുടെ ഒരു വികാരം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ ഒരു രീതിയിലുമുള്ള വികസനമോ മറ്റു രീതിയിലുള്ള ശാക്തീകരണ പ്രവർത്തനമോ നടത്തുന്നില്ല. അപ്പോൾ അവിടെ ശരിക്കും ഈ ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. ആ ഒരു മടുപ്പാണ് ഇതിൽ നമ്മൾ കണ്ടത്. അടുത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധമുള്ള ശക്തമായ മത്സരമാണ് നിലമ്പൂരിലുണ്ടായത്. എന്നിട്ടും UDFന് വൻ വിജയം നേടാൻ കഴിഞ്ഞത് UDFന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തന ഫലമാണെന്നും കേരളത്തിൽ വർഗീയത വില പോകില്ലെന്നത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നത് കൂടിയായിരുന്നു നിലമ്പൂർ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ശക്തമായ ഒരു ഫൈറ്റ് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. എന്നിട്ട് പോലും UDFന് വലിയ വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു ചെറിയ വിജയമല്ല, ഇതൊരു വലിയ വിജയമാണ്. അപ്പോൾ ആ വിജയം കൈവരിക്കാൻ സാധിച്ചത് ഒന്ന് UDFന്റെ ഒരു ടീം വർക്ക്, ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിച്ചു, ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ഇവിടെ പലരും ഈ ഇലക്ഷൻ വിജയത്തിന് വേണ്ടി പലതും ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു, വർഗീയത പറഞ്ഞു, മലപ്പുറത്തെ കള്ളക്കടത്തും രീതിയിലൊക്കെയുള്ള പരാമർശങ്ങൾ കൊണ്ടുപോയില്ല. അപ്പം കേരളത്തിൽ ഇങ്ങനെ വർഗീയ കാർഡ് ഒരിക്കലും വില പോയില്ല എന്നത് ഒരിക്കൽ കൂടി തെളിയിച്ചിട്ടുള്ള ഒരു ഇലക്ഷൻ കൂടിയാണ് ഈ നിലമ്പൂർ. സുബൈറുദ്ദീൻ, 24 ദമാം. യുകെയിലെ മോനിപ്പള്ളി നിവാസികളുടെ 17ാമത് സംഗമം വൂസ്റ്ററിൽ നടന്നു. സെക്രട്ടറി ജീൻസ് മംഗലത്ത് സ്വാഗതവും പ്രസിഡന്റ് സിജു കുറുപ്പൻതറയിൽ അധ്യക്ഷ പ്രസംഗവും നടത്തി. ജോണി ഇലവുംകുഴിപ്പിൽ ആശംസ പറഞ്ഞു. ട്രഷറർ നോബി കൊച്ചുപറമ്പിൽ കണക്ക് അവതരിപ്പിച്ചു. ലിമ നോബി കൊച്ചുപറമ്പിൽ, സൈമൺ മടത്താംചേരിൽ, ജോസഫ് ഇലവുങ്കൽ, ഏലിയാമ മൂടക്കുഴിയിൽ, കരിക്കൽ എസ്തപ്പാൻ, ഷേർലി രാമകൃഷ്ണൻ, രമണി പുല്ലാട്ട് എന്നിവർ പ്രസംഗിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയുടെ ഒമാൻ ഘടകം ടെക്സ് മഞ്ഞപ്പട സൂപ്പർ ലീഗ് സംഘടിപ്പിച്ചു. ആവേശകരമായ ഫൈനലിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഗ്ലോബൽ ഫൈറ്റേഴ്സ് FCയെ പരാജയപ്പെടുത്തി ഫൈൻഫീൽഡ് FC ജേതാക്കളായി. മസ്കറ്റിലെ ഈഗിൾ സ്റ്റേഡിയത്തിൽ ഒമാനിലെ മഞ്ഞപ്പട മെമ്പർമാരായവർക്ക് മാത്രമായാണ് ടൂർണമെന്റ് നടന്നത്. 5ഓളം ഫ്രാഞ്ചൈസികൾ നൽകിയാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഓരോ ടീമിലേക്കുമുള്ള കളിക്കാരെ താരലേലത്തിലൂടെ തിരഞ്ഞെടുത്താണ് ടീമുകൾ അണിനിരുന്നത്. ഒമാനിലെ ഇന്ത്യൻ എംബസിയുടെ കോൺസുലാർ പാസ്പോർട്ട് വിസ സേവനങ്ങൾ ജൂലൈ 1 മുതൽ പുതിയ ഏജൻസി മുഖേനയായിരിക്കും ലഭ്യമാകുക. ഒമാനിലെ 11 പുതിയ വിസ സർവീസ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും എംബസി അധികൃതർ വ്യക്തമാക്കി. മസ്കത്ത് ഇന്ത്യൻ എംബസി പാസ്പോർട്ട് വിസ സേവനങ്ങൾ ഇനി SGIVS ഗ്ലോബൽ സർവീസ് വഴിയായിരിക്കും ലഭിക്കുക. ജൂലൈ 1 മുതലാണ് പുതിയ കമ്പനി വഴി സർവീസ് അനുവദിക്കുക. മസ്കത്ത്, സലാല, സുഹാർ, ഇബ്രി, സൂർ, നിസ്വ, ദുഖം, ഇബ്ര, ഖസബ്, ബുറൈമി, ബർക്ക എന്നിവിടങ്ങളിലാണ് പുതിയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. ഓഗസ്റ്റ് 15-നകം 11 സെന്ററുകളും പൂർണ്ണതോതിൽ തുറന്ന് പ്രവർത്തിക്കും. അതുവരെ അൽ ഖുവൈറിലെ ഇന്ത്യൻ എംബസി ആസ്ഥാനത്ത് പാസ്പോർട്ട് വിസ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. സേവനങ്ങൾ പൂർണ്ണമായും ഏജൻസിയുടെ കീഴിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ സേവനങ്ങളിൽ തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒമാനിൽ പാസ്പോർട്ട്, കോൺസുലാർ വിസ സേവനങ്ങൾക്ക് പുതിയ സ്ഥാപനങ്ങൾ കണ്ടെത്താൻ നേരത്തെ എംബസി ടെൻഡർ ക്ഷണിച്ചിരുന്നു. നേരത്തെ BLO സെന്ററുകൾ വഴിയായിരുന്നു കോൺസുലാർ, പാസ്പോർട്ട് വിസ സേവനങ്ങൾ ലഭ്യമാക്കിയിരുന്നത്. 24 ഒമാൻ. കുടുംബിനികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ മോംസ് ആൻഡ് വൈഫ്സ് പ്രവർത്തനം തുടങ്ങി. ഷാർജയിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരങ്ങളായ കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, മമത മോഹൻദാസ്, നവ്യ നായർ എന്നിവർ ചേർന്ന് ആപ്ലിക്കേഷൻ പുറത്തിറക്കി. കഴിവും മികവുമുള്ള വനിതകളെ സംരംഭകരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്നത്. തങ്ങളുടെ ഉൽപ്പന്നങ്ങളോ കഴിവോ സേവനമോ ആഗോളതലത്തിൽ മാർക്കറ്റ് ചെയ്യാൻ സ്ത്രീകൾക്ക് ഇതുവഴി അവസരം ലഭിക്കും. ഷാർജ എക്സ്പോ സെന്ററിൽ നടന്ന ചടങ്ങിൽ MK മുനീർ MLA, സന്തോഷ് ജോർജ് കുളങ്ങര എന്നിവരുടെ സാന്നിധ്യത്തിൽ സിനിമാ താരങ്ങളായ കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, മമത മോഹൻദാസ്, നവ്യ നായർ, ജുമൈല ദിൽഷാദ്, മോംസ് ആൻഡ് വൈഫ് CEO മുഹമ്മദ് ദിൽഷാദ് എന്നിവർ ചേർന്ന് ആപ്ലിക്കേഷൻ പുറത്തിറക്കി.
പല കാരണങ്ങളാലും സ്വന്തം തൊഴിൽ മേഖലകളും കഴിവുകളും ഉപേക്ഷിക്കേണ്ടി വരുന്നവർക്ക് അവ തിരിച്ചുപിടിക്കാനും വരുമാനമുണ്ടാക്കാനും ഈ ആപ്ലിക്കേഷൻ വഴി സാധിക്കുമെന്ന് മോംസ് ആൻഡ് വൈഫ് സിഇഒ മുഹമ്മദ് ദിൽഷാദ് പറഞ്ഞു. പുരുഷന്മാർക്ക് ഇതിൽ അംഗങ്ങളാകാമെങ്കിലും ആനുകൂല്യങ്ങൾ വനിതാ അംഗങ്ങൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതത് രാജ്യങ്ങളിലെ നിയമമനുസരിച്ച് വിപണനം നടത്തണമെന്നും ലൈസൻസുകൾ നേടേണ്ടത് അംഗങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അധികൃതർ വ്യക്തമാക്കി. മോംസ് ആൻഡ് വൈഫ്സ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. 24 ദുബായ്. മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ കെ-ഡിസ്ക് പ്രതിനിധികൾ UAE-യിലെ വ്യവസായ പ്രമുഖരുമായി ചർച്ച നടത്തി. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയിൽ നൈപുണ്യം നേടുന്ന യുവാക്കൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ചർച്ച. പദ്ധതിയിലൂടെ ഈ വർഷം 1,00,000 പേർക്ക് വിദേശത്ത് ജോലി ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ഡോക്ടർ തോമസ് ഐസക്കിനോടൊപ്പം ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ, വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ P സരിൻ തുടങ്ങിയവരാണ് UAE-യിൽ വ്യവസായ പ്രമുഖരുമായി ചർച്ച നടത്തിയത്. കേരളത്തിലെ കോളേജുകളിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് വിജ്ഞാന കേരളം പദ്ധതി വഴി തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകും. അവർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് മാതൃകയിൽ ഗൾഫിൽ തൊഴിൽ ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. തൊഴിൽ നഷ്ടമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തുന്നവരുടെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തും. വിദേശ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഔട്ട്സോഴ്സിംഗ് സംവിധാനത്തിലൂടെ സംസ്ഥാനത്തുള്ളവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ നോർക്കയുടെ ഒഡെപെക് വഴി വർഷം 2000 ആളുകൾക്കാണ് തൊഴിൽ ലഭിക്കുന്നത്. ഇത് വർഷം 1,00,000 ഉയർത്താനാണ് ശ്രമം. I don't think anywhere in the world ഇത്രയധികം കുട്ടികളെ ഒറ്റയടിക്ക് സ്കില്ലിങ്ങിലേക്ക് കൊണ്ടുപോകാം. അത് ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ പ്രോഗ്രാമായിട്ട് അവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ അവർ മെൻറ്റർമാരായിട്ട് പ്രവർത്തിക്കാം. അങ്ങനെ ഒന്ന് എവിടെയെങ്കിലും വിഭാവന ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു. ഗവൺമെൻറ്റിൻ്റെ സ്റ്റാമ്പിങ്ങോട് കൂടി വരുന്ന ഒരു മൈഗ്രേഷൻ ഇനീഷ്യേറ്റീവ് എന്നുള്ള നിലയ്ക്ക് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. സർക്കാർ അംഗീകരിച്ച നൈപുണ്യ സർട്ടിഫിക്കറ്റ് ഉള്ളവരെ നിയമിക്കാൻ ഗൾഫിലെ സ്ഥാപനങ്ങൾ താൽപര്യം അറിയിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. തൊഴിൽ നേടുന്നവർക്ക് രജിസ്റ്റർ ചെയ്യാനായി ഡോക്ടർ P സരിന്റെ നേതൃത്വത്തിൽ ജോബ് റെഡി എന്ന പേരിൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. UPSC നൽകിയ ചുരുക്കപ്പട്ടികയിലെ 1ാം പേരുകാരൻ നിതിൻ അഗർവാളിനെ മറികടന്നാണ് നിലവിലെ IB സ്പെഷ്യൽ ഡയറക്ടറായ റവാഡ ചന്ദ്രശേഖറിന്റെ നിയമനം. നാളെ റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയായി ചുമതലയേൽക്കും. സംസ്ഥാനത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ് കേന്ദ്രത്തിൽ നിന്നെത്തി ഒരാൾ കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്നത്. നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത എന്നിവരോടുള്ള താൽപര്യക്കുറവ് റവാഡ ചന്ദ്രശേഖറിന് അനുകൂലമായി. പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ പിന്തുണയും തുണച്ചു. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിലെ 15 വർഷത്തെ അനുഭവ സമ്പത്തുമായാണ് റവാഡ ചന്ദ്രശേഖർ കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്നത്. 1991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥൻ. തലശ്ശേരി ASP ആയി തുടക്കം. I am so happy to receive the appointment order from the government of Kerala. വളരെ സന്തോഷമുണ്ട്. അവിടുത്തെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെയും കൂടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഈ രണ്ടും ഉൾക്കൊണ്ടിട്ട് നല്ല രീതിയിലുള്ള സേവനം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്ന് സസ്പെൻഷനിലായിരുന്നെങ്കിലും സർവീസിൽ തിരിച്ചെത്തി റവാഡ ആത്മവിശ്വാസവും കണിശതയും കൈവിട്ടില്ല. കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്ന വിവാദങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് റവാഡ ചന്ദ്രശേഖർ. ഗവൺമെൻറ് ഹാസ് എവറി ഡെസിഷൻ ടു nothing like that. Government has. I am grateful to the government for having given me this appointment. IB സ്പെഷ്യൽ ഡയറക്ടറായി തുടരവെയാണ് കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്നത്. അതിനിടെ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബിന് വിടവാങ്ങൽ പരേഡ് നൽകി. നാളെയാണ് റവാഡ ചന്ദ്രശേഖർ ചുമതലയേൽക്കുന്നത്. നാളെ കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പുതിയ പോലീസ് മേധാവി പങ്കെടുക്കും. 24 തിരുവനന്തപുരം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാണ് സർക്കാർ നിയോഗിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന്റെ വിലയിരുത്തൽ. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലല്ല. വിദഗ്ധ സംഘത്തിന്റെ കൂടി അഭിപ്രായം കണക്കിലെടുത്ത് ഡയാലിസിസ് പുനരാരംഭിച്ചു. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. നിലവിൽ നൽകുന്ന ചികിത്സയും വെന്റിലേറ്റർ സഹായവും തുടരാനാണ് വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശം. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് VSനെ തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഗവർണറുടെ സുരക്ഷയ്ക്കായി രാജ്ഭവൻ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ നടപടി റദ്ദാക്കി. വിവിധയിടങ്ങളിലായി ജോലി ചെയ്യുന്നവരെ രാജ്ഭവനിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച് മണിക്കൂറുകൾക്കകമാണ് റദ്ദാക്കിയത്. സ്ഥലം മാറ്റം സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് റദ്ദാക്കിയെന്നാണ് വിവരം.
കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ പ്രതിഷേധത്തിൽ വൈസ് ചാൻസലർ ഗവർണർക്ക് റിപ്പോർട്ട് നൽകി. ഗവർണറുടെ സുരക്ഷയ്ക്കായി ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ രാജ്ഭവനിലേക്ക് സ്ഥലം മാറ്റിയ നടപടിയാണ് റദ്ദാക്കിയത്. വിവിധയിടങ്ങളിലായി ജോലി ചെയ്യുന്നവരെ രാജ്ഭവനിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച മണിക്കൂറുകൾക്കകമാണ് തീരുമാനം മാറ്റിയത്. സ്ഥലം മാറ്റം സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് റദ്ദാക്കിയെന്നാണ് വിവരം. രാജ്ഭവന്റെ ആവശ്യപ്രകാരം DGPയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. രാജ്ഭവനിലെ സുരക്ഷാ ചുമതലയിലേക്കാണ് 6 പോലീസുകാരുടെയും 1 ഡ്രൈവറുടെയും പേര് രാജ്ഭവൻ നിർദ്ദേശിച്ചിരുന്നത്. അതേസമയം കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിഷയത്തിൽ സർക്കാർ ഗവർണർ പോര് മുറുകുകയാണ്. സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി തടസ്സപ്പെടുത്തുവാൻ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ കൂട്ടുനിന്നു എന്ന സൂചനയോടെയാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിലായിരുന്നു രജിസ്ട്രാറുടെ നടപടി. അനിൽകുമാർ ഉത്തരവാദിത്വ ബോധം കാട്ടിയില്ല, മതചിഹ്നം പ്രദർശിപ്പിച്ചതുകൊണ്ടാണ് പരിപാടി തടഞ്ഞതെന്നാണ് രജിസ്ട്രാർ പറഞ്ഞത്. എന്നാൽ എന്താണ് മതചിഹ്നമെന്നോ ഏതു മതത്തിന്റെ ചിഹ്നമെന്നോ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. വേദിയിൽ നേരിട്ടെത്തിയിട്ടും സ്വയം ബോധ്യപ്പെടാൻ പോലും രജിസ്ട്രാർക്ക് കഴിഞ്ഞില്ല. ഗവർണർ വേദിയിലിരിക്കുമ്പോഴും ദേശീയഗാനം ആലപിക്കുമ്പോഴും ഹാളിനുള്ള അനുമതി റദ്ദാക്കിയ നടപടിയിൽ റിപ്പോർട്ടിൽ വൈസ് ചാൻസലർ ആശ്ചര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് ഗവർണറോടുള്ള അനാദരവാണെന്നും സർവകലാശാലയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നതാണെന്നുമാണ് VCയുടെ വിലയിരുത്തൽ. രജിസ്ട്രാർക്കെതിരെ നടപടി ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് വൈസ് ചാൻസലറുടേതെന്നാണ് വ്യക്തമാകുന്നത്. റിപ്പോർട്ടിൽ വൈകാതെ രാജ്ഭവന്റെ നടപടി നിർദ്ദേശമുണ്ടാകും. 24 തിരുവനന്തപുരം. ഉപകരണങ്ങളില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ അന്വേഷണം തുടങ്ങിയ ആരോഗ്യവകുപ്പ്. വിവാദം തുടരുന്നതിനിടെ കൂടുതൽ സർക്കാർ ആശുപത്രികളിൽ നിന്ന് അസൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു. സംവിധാനങ്ങൾ പരാജയപ്പെടുന്നതിൽ ഡോക്ടേഴ്സിനെ പഴിചാരുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് പ്രതിഷേധം സംഘടിപ്പിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ജയകുമാർ, TK യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ രാജീവൻ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ, നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ഗോമതി S തുടങ്ങിയവരാണ് വിദഗ്ധ സമിതിയിൽ. ഡോക്ടർ ഹാരിസ് ഹസൻ വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് സമിതി വിശദമായി അന്വേഷിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകും. ഡോക്ടർ ഹാരിസ് ഹസൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വിദഗ്ധ സമിതി മൊഴിയെടുത്തു. വളരെ തൃപ്തികരമാണ്. അത് ഇത്രയും വേഗത്തിൽ ഗവൺമെന്റ് അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനും അന്വേഷണ കമ്മിറ്റി ഏർപ്പെടുത്തിയതിലും വളരെ സന്തോഷമുണ്ട്. മരുന്നുൾപ്പെടെ സകല സാധനങ്ങളും വാങ്ങി നൽകിയിട്ടും 10 ദിവസത്തിന് ശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയതെന്ന് കൊല്ലം ആയൂർ അകമൺ സ്വദേശി ചെല്ലം ആരോപിച്ചു. കാലൊടിഞ്ഞ 85-കാരിക്ക് ചെലവായത് 85,000 രൂപയാണ്. എന്റെ മൊത്തത്തിൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയ എല്ലാം കൂടെ 85 രൂപയ്ക്കകത്ത് എനിക്ക് ചെലവുണ്ട്. സംസ്ഥാനത്തെ കൂടുതൽ ആശുപത്രികളിൽ നിന്നും പരാതികൾ ഉയരുകയാണ്. ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ലിഫ്റ്റ് തകരാറിനെ തുടർന്ന് ഡയാലിസിസ് രോഗികളെ 5ാം നിലയിലേക്ക് ചുമന്നുകൊണ്ടുപോകേണ്ട സ്ഥിതിയാണ്. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ പുതിയ ബ്ലോക്കിനുള്ളിൽ ജലവിതരണ പൈപ്പ് പൊട്ടി വെള്ളമൊഴുകി. 2 വാർഡുകളും കാർഡിയോ OPയുമുള്ള കെട്ടിടത്തിലാണ് സംഭവം. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം ഇന്നും രംഗത്തെത്തി. മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുള്ളത്, വീണ ജോർജിന്റെ രാജിയെഴുതി വാങ്ങി വാർത്ത വായിക്കാൻ അവർ എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കുക. വിവാദങ്ങൾക്കിടെ ബന്ധപ്പെട്ട വകുപ്പ് മേധാവിമാരുമായും DMEയുമായും ആരോഗ്യമന്ത്രി ചർച്ച നടത്തി. 24 തിരുവനന്തപുരം. BJP കോർ കമ്മിറ്റി യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി V മുരളീധര വിഭാഗം. വികസനം മാത്രം പറഞ്ഞാൽ കേരളത്തിൽ വിലപ്പോവില്ലെന്നതും പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരാൻ സംസ്ഥാന അധ്യക്ഷന് സാധിക്കുന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. സംസ്ഥാന BJPയിൽ വിഭാഗീയത അനുവദിക്കാനാവില്ലെന്ന് ദേശീയ നേതൃത്വത്തിന്റെ താക്കീത്. കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന നേതൃയോഗങ്ങളിൽ നിന്ന് V മുരളീധരനെയും K സുരേന്ദ്രനെയും ഒഴിവാക്കിയതിനെതിരെ BJPയിൽ ആഭ്യന്തര കലഹം രൂക്ഷം. മറ നീക്കിയ ഭിന്നത കോർ കമ്മിറ്റിയിലും ആഞ്ഞടിച്ചു. K സുരേന്ദ്രനാണ് വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയ തെരഞ്ഞെടുപ്പ് തന്ത്രം പാളിയെന്ന് K സുരേന്ദ്രൻ. ഹിന്ദുത്വമാണ് പാർട്ടിയുടെ അടിസ്ഥാന ആശയമെന്നും അതു മറന്നാൽ ഭൂരിപക്ഷ വോട്ടുകൾ ഇടതുപക്ഷം കൊണ്ടുപോകുമെന്നും K സുരേന്ദ്രൻ തുറന്നടിച്ചു. പുതിയ നേതൃത്വം രാഷ്ട്രീയം സംസാരിക്കുന്നില്ലെന്ന് V മുരളീധര വിഭാഗം കടുപ്പിച്ചു. നേതാക്കളെ കണ്ടെത്താനുള്ള ടാലന്റ് ഹണ്ടുകൾ കോർപ്പറേറ്റ് രീതി. പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന നടപടിയാണ് നേതൃത്വം സ്വീകരിക്കുന്നത്. K സുരേന്ദ്രനെയും V മുരളീധരനെയും നേതൃയോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ മാനദണ്ഡം എന്തെന്നും വിമർശനം. തൃശൂരിലെ നേതൃയോഗത്തിൽ ക്ഷണമില്ലാത്ത വിവരം എങ്ങനെ പുറത്തുപോയി എന്നായിരുന്നു PK കൃഷ്ണദാസ് പക്ഷത്തിന്റെ ചോദ്യം. പങ്കെടുത്തവർ തന്നെയാകും പുറത്തുവിട്ടതെന്ന് എതിർവിഭാഗത്തിന്റെ മറുപടി. കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം നടത്താൻ നേതൃത്വം നിയോഗിച്ച K സുരേന്ദ്രൻ നേതൃയോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെന്ന വാർത്ത നിഷേധിച്ചില്ല.
അതൊക്കെ പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ടല്ലോ. വീഴ്ച സമ്മതിച്ചതായി രാജീവ് ചന്ദ്രശേഖർ യോഗത്തെ അറിയിച്ചു. ഇനി ഇത്തരം പരാതികൾ ഉണ്ടാകാൻ ഇടവരുത്തില്ലെന്നും സംസ്ഥാന അധ്യക്ഷൻ ഉറപ്പു നൽകി. സംസ്ഥാന BJP-യിൽ വിഭാഗീയത അനുവദിക്കില്ലെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നും ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. കാസർഗോഡ് നീലേശ്വരം പള്ളിക്കരയിൽ വീടും സ്ഥലവും യൂണിയൻ ബാങ്ക് ജപ്തി ചെയ്തതോടെ പെരുവഴിയിലായി വയോധികരായ ദമ്പതികൾ. പള്ളിക്കര മുണ്ടേമാട് റോഡിലെ പത്മനാഭൻ ദേവി ദമ്പതികൾ അന്തിയുറങ്ങുന്ന താൽക്കാലിക ഷെഡിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് ബാങ്ക് അന്ത്യശാസനം. 2015-ൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മകൾ സജിതയുടെ വിവാഹാവശ്യത്തിനായി 16 ലക്ഷം രൂപ കുടുംബം വായ്പയെടുത്തത്. നീലേശ്വരം പള്ളിക്കര മുണ്ടേമാടിലെ പത്മനാഭന് വയസ്സ് 70, ഭാര്യ ദേവിക്ക് 58. 2015-ൽ നീലേശ്വരം യൂണിയൻ ബാങ്കിൽ നിന്ന് 16 ലക്ഷം രൂപ ലോൺ എടുത്തു. മകൾ സജിതയുടെ കല്യാണത്തിനും വീട് അറ്റകുറ്റപ്പണികൾക്കുമായിരുന്നു ലോൺ. 13 ലക്ഷം ഇതിനകം തിരിച്ചടച്ചു. കോവിഡ് കാലത്ത് മകന്റെ ജോലി നഷ്ടപ്പെട്ടതോടെ തിരിച്ചടവ് മുടങ്ങി. 2023-ൽ വീട് ബാങ്ക് ജപ്തി ചെയ്തു. വീടിനോട് ചേർന്ന് ടാർപ്പായ വലിച്ചു കിട്ടിയ ചായ്പിലായിരുന്നു അതിനുശേഷം താമസം. ഇപ്പോൾ ഈ പറമ്പിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു പോകണമെന്നാണ് യൂണിയൻ ബാങ്ക് അധികൃതരുടെ അന്ത്യശാസനം. ബാങ്കിൽ 25 ലക്ഷമാണ് കുടിശ്ശികയുള്ളത്. വീട് റിപ്പയറിങ്ങിനും കല്യാണത്തിനും വേണ്ടിയിട്ടാണ് ലോൺ എടുക്കുന്നത്, മറ്റ് ആവശ്യത്തിനൊന്നും അല്ല. ഇതുവരെ മകൾ 1 രൂപ പോലും ലോൺ അടക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ ഡെന്റൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുകയാണ് മകൾ സജിത. ഇവരുടെ പേരിലുള്ള ലോണിന് ഈട് വെച്ചതാണ് വീടും സ്ഥലവും. ലോൺ തിരിച്ചടയ്ക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് മകളെ സമീപിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെന്ന് പിതാവ് പത്മനാഭൻ. ഒരു ദിവസം ഞങ്ങളെ വീട്ടിൽ പോയി അടക്കാൻ പറഞ്ഞു, അടക്കാനാവില്ല. വഴിയോര കച്ചവടക്കാരനായ പത്മനാഭൻ അസുഖബാധിതനായി ചികിത്സയിലാണ്. മകൻ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം കഴിയുന്നത്. ബാങ്കിന്റെ അന്ത്യശാസനം വന്നതോടെ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ആശങ്കയിലാണ് ഈ വയോധിക കുടുംബം. 24 കാസർഗോഡ്. കോൺഗ്രസിന് മതസാമുദായിക സംഘടനകളോട് വിധേയത്വം എന്ന വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയം. നെഹ്റുവിന്റെ ആശയങ്ങളിൽ നേതാക്കൾ വെള്ളം ചേർക്കുന്നത് അപകടകരമെന്നും സംസ്ഥാന പഠന ക്യാമ്പിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ കുറ്റപ്പെടുത്തൽ. കേരളത്തിൽ കമ്മ്യൂണൽ ആക്ടിവിസം വളരുന്നത് ആശങ്കാജനകമെന്നും പഠന ക്യാമ്പ് അഭിപ്രായപ്പെട്ടു. സമീപകാല സംഭവ വികാസങ്ങളെ പരോക്ഷമായി വിമർശിച്ചാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ കുറ്റപ്പെടുത്തൽ. മതസാമുദായിക സംഘടനകളോട് ബഹുമാനത്തിനപ്പുറം വിധേയത്വം ആവശ്യമില്ലെന്ന് രാഷ്ട്രീയ പ്രമേയം ഓർമ്മപ്പെടുത്തി. മറിച്ചുള്ള സമീപനം അപകടകരം. നെഹ്റുവിന്റെ ആശയങ്ങളിൽ നേതാക്കൾ വെള്ളം ചേർക്കുകയാണെന്നും പ്രമേയത്തിൽ പറയുന്നു. കേരളത്തിൽ കമ്മ്യൂണൽ രാഷ്ട്രീയം വളരുന്നതിന്റെ ആശങ്കയും യൂത്ത് കോൺഗ്രസ് പങ്കുവച്ചു. രാഷ്ട്രീയം സമുദായവൽക്കരിക്കുന്നത് മതേതര സമൂഹത്തിന് ഭൂഷണമല്ല. വർഗീയതയെ ചെറുക്കേണ്ടത് വർഗീയത കൊണ്ടല്ലെന്നും ഉറച്ച മതേതരത്വ ബോധത്തോടെയാണെന്നും പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു. നിലമ്പൂർ വിജയത്തിന് പിന്നാലെയുള്ള ക്രെഡിറ്റ് തർക്കത്തിലും വിമർശനമുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ വ്യക്തിയധിഷ്ഠിതമല്ലെന്നും കൂട്ടായ്മയുടേതാണെന്നും പ്രമേയത്തിലുണ്ട്. 3 ദിവസം നീണ്ടുനിന്ന പഠന ക്യാമ്പ് സമാപിച്ചു. 24 ആലപ്പുഴ. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.